ഹരി ഓം. ഹരി ഓം. ഹരി ഓം. നാരായണ. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സകാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം ശുകമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ദം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനം ഉപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭുഃ നിർമായസേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. നാരായണ. ഒരുവിധം നല്ല മഴയുണ്ട്, സാരമില്ല, നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. നാരായണ. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധത്തിലെ 63-ാം അധ്യായത്തിലാണ് നമ്മൾ. ഉഷാനിരുദ്ധം എന്ന കഥയിലെ ബാണയുദ്ധം എന്ന ഭാഗമാണ്. മഴയുടെ ശബ്ദം തന്നെയാണ് കേൾക്കുന്നത്. ഇപ്പോൾ ബാണയുദ്ധം ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ രാവിലെ കണ്ടു. 63-ാം അധ്യായത്തിൽ നമ്മൾ 24-ാം ശ്ലോകം വരെ കണ്ടു. ഇനിയും 53 ശ്ലോകങ്ങളാണ് ആകെയുള്ളത്. അപ്പോൾ ഇനിയും 29 ശ്ലോകങ്ങൾ കൂടി ഈ അധ്യായത്തിലുണ്ട്. അനിരുദ്ധനെ ബന്ധനസ്ഥനാക്കിയത് നാരദനിൽ നിന്ന് അറിഞ്ഞ് ഭഗവാന്റെ നേതൃത്വത്തിൽ യാദവ സൈന്യം, 12 അക്ഷൗഹിണി യാദവ സൈന്യം, പ്രദ്യുമ്നൻ, ബലരാമസ്വാമി, അതുപോലെ സാത്യകി മുതലായിട്ടുള്ള, സാമ്പൻ മുതലായിട്ടുള്ള പ്രമുഖരുടെയൊക്കെ നേതൃത്വമായിട്ട് ശോണിതപുരത്തെ വളഞ്ഞാക്രമിക്കുന്നു. ബാണൻ തിരിച്ച് ഗംഭീരമായിട്ട് യുദ്ധം ചെയ്യുന്നു. അതുപോലെ ഭഗവാൻ മഹാദേവനും ബാണനു വേണ്ടി ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാനോട് യുദ്ധം ചെയ്യുന്നതും, പരസ്പരം വിവിധങ്ങളായ ദിവ്യാസ്ത്രങ്ങളെ പ്രയോഗിക്കുന്നതിന് ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ മഹാദേവന്റെ അസ്ത്രങ്ങളെയൊക്കെ ശമിപ്പിക്കുന്നതും, അവസാനം ദൃംബണാസ്ത്രം കൊണ്ട് മഹാദേവനെ മോഹിപ്പിക്കുന്നതും, അതിനുശേഷം പിന്നീടും യുദ്ധം തുടരുന്നു. ബാണനെ നിരായുധനാക്കുന്നു ഭഗവാൻ. അപ്പോൾ ബാണന്റെ അമ്മ നഗ്നയായി ഭഗവാന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നതും, ഭഗവാൻ തല തിരിച്ചപ്പോൾ ആ സമയത്ത് ബാണൻ പുരത്തിലേക്ക് ഓടിച്ചെന്നു ആയുധവുമായി തിരിച്ചു വരാൻ. ആ സമയത്ത് ശിവജ്വരം യാദവ സൈന്യത്തെ ആക്രമിക്കുന്നതായിട്ടുള്ള സമയത്ത് ഭഗവാൻ കൃഷ്ണൻ വൈഷ്ണവജ്വരത്തെ തിരിച്ച് പ്രയോഗിച്ചു. അങ്ങനെ വൈഷ്ണവജ്വരത്തിൻ്റെ ശക്തി താങ്ങാനാവാതെ ശിവജ്വരം ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ച് സ്തുതിക്കുന്നതായിട്ടുള്ള ആ സന്ദർഭത്തിലാണ് നമ്മൾ നിർത്തിയത്. ആ സ്തുതിയാണ് ഇനി അടുത്തത് കാണാനുള്ളത്. അതിനെ തുടർന്ന് ബാണനുമായിട്ടുള്ള ഭഗവാന്റെ യുദ്ധവും, ബാണനെ കൈകളെല്ലാം അറുത്ത് മുറിച്ചിടുന്നതും, ആ സമയത്ത് മഹാദേവൻ തന്നെ വന്ന് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഭഗവാനോട് അപേക്ഷിക്കുന്നു ബാണനെ വധിക്കാതിരിക്കാനായിട്ട്. ഭഗവാൻ അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. എനിക്ക് ബാണനെ വധിക്കൽ ഉദ്ദേശ്യമല്ല, അവൻ്റെ അഹങ്കാരം ശമിപ്പിക്കൽ മാത്രമാണ് എന്ന് പറഞ്ഞ് ബാണന് 4 കൈകൾ മാത്രമാക്കി ശേഷിപ്പിക്കുന്നു. ആ ബാണൻ സന്തോഷമായിട്ട് പിന്നെ അനിരുദ്ധനെ സ്വതന്ത്രനാക്കുകയും ഉഷയെ വിവാഹം കഴിച്ചു കൊടുക്കുകയും സമ്മാനങ്ങളൊക്കെ കൊടുത്ത് യാത്രയാക്കുകയും ചെയ്യുന്നു. ഇതാണ് ഈ അധ്യായത്തിൻ്റെ സംഗ്രഹം.
നമുക്ക് വായിക്കാം, വേഗം വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ 63തമോऽധ്യായഃ. ശ്രീശുക ഉവാച. അപശ്യതാം ചാനിരുദ്ധം തദ്ബന്ധൂനാം ച ഭാരത 4 വാർഷികാ മാസാ വ്യതീയുരനുശോചതാം. നാരദാത് തദുപാകർണ്യ വാർത്താം ബദ്ധസ്യ കർമ്മ ച പ്രയയുഃ ശോണിതപുരം വൃഷ്ണയഃ കൃഷ്ണദേവതാഃ. പ്രദ്യുമ്നോ യുയുധാനശ്ച ഗതഃ സാംബോധസാരണഃ നന്ദോപനന്ദഭദ്രാദ്യ രാമകൃഷ്ണാനുവർത്തിനഃ. അക്ഷൗഹിണീഭിർദ്വാദശഭിഃ സമേതാ സർവതോ ദിശം രുരുധുർബാണനഗരം സമന്താത് സാത്വദർശവാഃ. ഭജ്യമാനപുരോദ്യാനപ്രാകാരാട്ടാലഗോപുരം പ്രേക്ഷമാണോരുഷാവിഷ്ടഃ തുല്യസൈന്യോऽപി നിർയയൗ. ബാണാർത്ഥേ ഭഗവാൻ രുദ്രഃ സസുതൈ പ്രമഥൈർവൃതഃ ആരുഹ്യ നന്ദിവൃഷഭം യുയുധേ രാമകൃഷ്ണയോഃ. ആസീത് സുതുമുലം യുദ്ധമദ്ഭുതം രോമഹർഷണം കൃഷ്ണശങ്കരയോ രാജൻ പ്രദ്യുമ്ന ഗുഹയോരപി. കുംഭാണ്ഡകൂപകർണാഭ്യാംബലേന സഹ സംയുഗഃ സാംബസ്യ ബാണപുത്രേണ ബാണേന സഹ സാത്യകേഃ. ബ്രഹ്മാദയഃ സുരാധീശാ മുനയഃ സിദ്ധചാരണാഃ ഗന്ധർവാപ്സരസോ യക്ഷാ വിമാനൈർദ്രഷ്ടുമാഗമൻ. ശങ്കരാനുചരാൻ ശൗരിഃ ഭൂതപ്രമദ ഗുഹ്യകാൻ ഡാഗിനീർയാദുധാനാംശ്ച വേതാളാൻ സവിനായകാൻ. പ്രേതമാതൃപിശാചാംശ്ച കൂഷ്മാണ്ഡാൻ ബ്രഹ്മരാക്ഷസാൻ ദ്രാവയാമാസ തീക്ഷ്ണാഗ്രൈഃ ശരൈശാർംഗധനുശ്ച്യുതൈഃ. പൃഥഗ്വിധാനി പ്രായുങ്ക്ത പിനാകി അസ്ത്രാണി ശാർങ്കിണേ പ്രത്യസ്ത്രൈഃ ശമയാമാസ ശാർഗപാണിരവിസ്മിതഃ. ബ്രഹ്മാസ്ത്രസ്യ ച ബ്രഹ്മാസ്ത്രം വായവ്യസ്യ ച പാർവതം ആഗ്നേയസ്യ ച പാർജന്യം നൈജം പാശുപതസ്യ ച. മോഹയിത്വാ തു ഗിരിശം ജൃംഭണാസ്ത്രേണ ജൃംഭിതം ബാണസ്യ പൃതനാം ശൗരിഃ ജഗാന അസിഗതേഷുഭിഃ. സ്കന്ദഃ പ്രദ്യുമ്ന ബാണൗഘൈഃ അർദ്യമാനഃ സമന്ദദഃ അസൃഗ്വിമുഞ്ചൻ ഗാത്രേഭ്യഃ ശിഖിനാ അപാക്രമത് രണാത്. കുംഭാണ്ഡകൂപകർണശ്ച പേതധുർമുസലാർദിതൗ ദുദ്രുവുസ്തദനീകാനി ഹതനാഥാനി സർവതഃ. വിശീര്യമാണം സ്വബലം ദൃഷ്ട്വാ ബാണോऽത്യമർഷണഃ കൃഷ്ണമഭ്യദ്രവത് സംഖ്യേ രഥീഃ ത്വൈവ സാത്യകിം. ധനൂംശ്യാകൃഷ്യ യുഗപത് ബാണഃ പഞ്ചശതാനി വൈ ഏകൈകസ്മിൻ ശരൗ ദ്വൗ സന്തതേരണദുർമദഃ. താനി ചിച്ഛേദ ഭഗവാൻ ധനൂംഷി യുഗപദ്ഹരിഃ സാരഥിം രഥമശ്വാംശ്ച ഹത്വാ ശംഖമപൂരയത്. തന്മാതാ കോടരാ നാമ നഗ്നാ മുക്തശിരോരുഹ പുരോവതസ്തേ കൃഷ്ണസ്യ പുത്രപ്രാണരിരക്ഷയാ. തതസ്ഥിര്യങ്മുഖോ നഗ്നാം അനിരീക്ഷൻ ഗദാഗ്രജഃ ബാണശ്ച താവദ്വിരതഃ ഛിന്നധന്വാ വിശത്പുരം. വിദ്രാവിദേ ഭൂതഗണേ ജ്വരസ്തു ത്രിശിഖാസ്ത്രിപാദ് അഭ്യധാവതദാസാർഹം ദഹന്നിവ ദിശോ ദശ. അധ നാരായണോ ദേവഃ തം ദൃഷ്ട്വാ വ്യസൃജജ്വരം മാഹേശ്വരോ വൈഷ്ണവശ്ച യുയുധാദേ ജ്വരൗ ഉഭൗ. മാഹേശ്വരഃ സമാക്രന്ദൻ വൈഷ്ണവേന ബലാർദിതഃ അലബ്ധ്വാഭയമന്യത്ര ഭീതോ മാഹേശ്വരോ ജ്വരഃ. ശരണാർത്ഥി ഋഷീകേശം തുഷ്ടാവ പ്രയതാഞ്ജലിഃ. ജ്വര ഉവാച നമാമി ത്വാനന്ദശക്തിം പരേശം സർവാത്മാനം കേവലം ജ്ഞപ്തിമാത്രം വിശ്വോൽപത്തിസ്ഥാന സംരോധഹേതും യത്തദ് ബ്രഹ്മലിംഗം പ്രശാന്തം. കാലോ ദൈവം കർമ്മ ജീവസ്വഭാവോ ദ്രവ്യം ക്ഷേത്രം പ്രാണ ആത്മാ വികാരഃ. തൽസംഘാതോ ബീജരോഹ പ്രവാഹഃ ത്വന്മായൈഷാ തന്നിഷേധം പ്രപദ്യേ. നാനാഭാവൈർലീലയൈവോപബാണൈഃ
ലീലയൈവോപപന്നൈഃ ദേവാൻ സാധൂൻ ലോകസേതൂൻ ബിഭർഷി ഹംസ്യുന്മാർഗാൻ ഹിംസയാ വർത്തമാനാൻ ജന്മൈതത്തെ ഭാരഹാരായ ഭൂമേഃ തപ്തോഹം തേ തേജസാ ദുസ്സഹേന ശാന്തോഗ്രേണാത്യുൽബണേന ജ്വരേണ താവത്താപോ ദേഹിനാം തേംഗ്രിമൂലം നോ സേവേരൻ യാവദാശാനുബദ്ധാഃ. ശ്രീഭഗവാനുവാച ത്രിശിരസ്തേ പ്രസന്നോസ്മി വ്യേതുതേ മജ്വരാഗ്ഭയം യോ നൗ സ്മരതി സംവാദം തസ്യ ത്വം ന ഭവേദ്ഭയം ഇത്യുക്ത്വാ അച്യുതമാനമ്യ ഗതോ മാഹേശ്വരോ ജ്വരഃ ബാണസ്തുരഥമാരൂഢഃ പ്രാദാദ്യോത്സ്യൻ ജനാർദ്ദനം തതോ ബാഹുസഹസ്രേണ നാനായുധധരോ അസുരഃ മുമോച പരമക്രുദ്ധോ ബാണാൻ ചക്രായുധേ നൃപ തസ്യാസ്യതോ അസ്ത്രാണി അസകൃത ചക്രേണ ക്ഷുരനേമിന ചിച്ഛേദ ഭഗവാൻ ബാഹൂൻ ശാഖാ ഇവ വനസ്പതേഃ ബാഹുഷു ഛിദ്യമാനേഷു ബാണസ്യ ഭഗവാൻ ഭവഃ ഭക്താനുകമ്പി ഉപവ്രജ്യ ചക്രായുധം അഭാഷത. ശ്രീരുദ്ര ഉവാച ത്വം ഹി ബ്രഹ്മ പരം ജ്യോതിഃ ഗൂഢം ബ്രഹ്മണി വാങ്മയേ യം പശ്യന്ത്യമലാത്മാനഃ ആകാശമിവ കേവലം നാഭിർനഭോഗ്നിർമുഖമംബുരേതോ ദ്യൗശീർഷമാശാ ശ്രുതിരംഗ്രിരുർവി ചന്ദ്രോ മനോ യസ്യ ദൃഗർക്ക ആത്മാ അഹം സമുദ്രോ ജഡരംബുജേന്ദ്രഃ രോമാണി യസ്യ ഔഷധയോऽംബുവാഹാഃ കേശാവിരിഞ്ചോ ധിഷണാ വിസർഗഃ പ്രജാപതിർഹൃദയം യസ്യ ധർമ്മഃ സ വൈ ഭവാൻ പുരുഷോ ലോകകൽപ്പഃ തവാവതാരോയമകുണ്ഡധാമൻ ധർമ്മസ്യ ഗുപ്ത്यै ജഗതോ ഭവായ വയം ച സർവേ ഭവതാനുഭാവിതാ വിഭാവയാമോ ഭുവനാനി സപ്ത. ത്വമേക ആദ്യഃ പുരുഷോദ്വിതീയഃ തുര്യഃ സ്വദൃഗ് ഹേതുരഹേതുരീശഃ പ്രദീയസേധാപി യഥാ വികാരം സ്വമായയാ സർവഗുണപ്രസിദ്ധ്यै യഥൈവ സൂര്യഃ പിഹിതച്ഛായയാ സ്വയാ ഛായാം ച രൂപാണി ച സഞ്ചകാസ്തി ഏവം ഗുണേനാഭിഹിതോ ഗുണാൻ ത്വം ആത്മപ്രദീപോ ഗുണിനശ്ച ഭൂമൻ യന്മായാമോഹിതധിയഃ പുത്രദാരഗൃഹാദിഷു ഉന്മജ്ജന്തി നിമജ്ജന്തി പ്രസക്താ വൃജിനാർണവേ ദേവദത്തമിമം ലബ്ധ്വാ നൃലോകം അജിതേന്ദ്രിയഃ യോ നാദ്രിയേത ത്വത്പാദൗ സശോച്യോ ഹി ആത്മവഞ്ചകഃ യസ്ത്വാം വിസൃജതേ മർത്യഃ ആത്മാനം പ്രിയമീശ്വരം വിപര്യേന്ദ്രിയാർത്ഥാർത്ഥം വിഷം അത്തി അമൃതം ത്യജൻ അഹം ബ്രഹ്മാദ വിബുധാഃ മുനയശ്ചാമലാശയാഃ സർവാത്മനാ പ്രപന്നാസ്ത്വാം ആത്മാനം പ്രേഷ്ഠമീശ്വരം തം ത്വാ ജഗത്സ്ഥിത്യുദയാന്തഹേതും സമം പ്രശാന്തം സുഹൃദാത്മദൈവം അനന്യമേകം ജഗദാത്മകേദം ഭവാപവർഗായ ഭജാമദേവം അയം മമേഷ്ടോ ദയിതോനുവർത്തി മയാ ഭയം ദത്തമമുഷ്യദേവ സമ്പാദ്യതാം തദ്ഭവത പ്രസാദോ യദാ ഹി തേ ദൈത്യപതൗ പ്രസാദഃ. ശ്രീഭഗവാനുവാച യഥാത്ത ഭഗവൻ ത്വന്നഃ കരവാമ പ്രിയം തവ ഭവതോ യദ്വ്യവസിതം തന്മേ സാധു അനുമോദിതം അവധ്യോയം മമാപ്യേഷഃ വൈരോചനിസുതോ അസുരഃ പ്രഹ്ലാദായ വരോ ദത്തോ ന വധ്യോ മേ തവാന്വയഃ ദർപ്പോപശമനായാസ്യ പ്രവൃക്ണാ ബാഹവോ മയാ സൂദിതം ച ബലം ഭൂരി യച്ച ഭാരായിദം ഭുവഃ ചത്വാരോസ്യ ഭുജാശിഷ്ടാ ഭവിഷ്യന്ത്യജരാമരാഃ പാർഷദമുഖ്യോ ഭവതോ ന കുതശ്ചിത് ഭയോ അസുരഃ ഇതി ലബ്ധ്വാ ഭയം കൃഷ്ണം പ്രണമ്യ ശിരസാസുരഃ പ്രാദ്യുമ്നിം രഥമാരോപ്യ സവദ്വാ സമുപാനയത
അക്ഷൗഹിണ്യാ പരിവൃതം സുവാസസ്സം അലങ്കൃതം സപത്നീകം പുരസ്കൃത്യ യയൗ രുദ്രാനുമോദിതഃ സ്വരാജധാനീം സമലങ്കൃതാം ധ്വജൈഃ സതോരണൈർ ഉക്ഷിതമാർഗചത്വരാം വിവേശ ശങ്കാനകദുന്ദുഭിസ്വനൈഃ അഭ്യുദ്യത പൗരസുഹൃദ്വിജാതിഭിഃ യേവം കൃഷ്ണവിജയം ശങ്കരേണ ച സംയുഗം സംസ്മരേത് പ്രാതരുത്ഥായ ന തസ്യ സ്യാത് പരാജയഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ അനിരുദ്ധ ആനയനം നാമ 63-തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവതജ്ഞാന ഗംഗയിലേക്ക് സുസ്വാഗതം. ഇപ്പോൾ ബാണയുദ്ധമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അനിരുദ്ധനെ മോചിപ്പിക്കാനായിക്കൊണ്ടാണ് യാദവ സൈന്യവുമായി ഭഗവാൻ വന്നത്. അത് ആരോടൊക്കെ യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞു. ഭഗവാൻ കൃഷ്ണൻ ശങ്കരനോട് യുദ്ധം ചെയ്തു. പ്രദ്യുമ്നൻ ഗുഹനോട് യുദ്ധം ചെയ്തു. കുംഭാണ്ഡ കൂപകർണന്മാർ 2 പേർ ബലരാമനോട് യുദ്ധം ചെയ്തു. സാംബനോട് ബാണപുത്രൻ യുദ്ധം ചെയ്തു. ബാണനോട് സാത്യകി യുദ്ധം ചെയ്തു. ബ്രഹ്മാദി ദേവന്മാരെല്ലാവരും, ദേവവർഗങ്ങളെല്ലാവരും വിമാനങ്ങളിൽ വന്ന് ഈ യുദ്ധം കാണാൻ ആകാശത്തിൽ നിറഞ്ഞു. ശങ്കര അനുചരന്മാരായ ഭൂതപ്രേത പിശാചുക്കളെയെല്ലാം ഭഗവാൻ തൻ്റെ ശാർങ്ക എന്ന വില്ലിൽ നിന്ന് മോചിപ്പിക്കുന്ന അസ്ത്രങ്ങളെ കൊണ്ട് ഓടിച്ചുവിട്ടു. ദ്രാവയാമാസ. ആ സമയത്ത് മഹാദേവൻ പിനാകം എന്ന വില്ല് ധരിച്ച മഹാദേവൻ വിവിധങ്ങളായ അസ്ത്രങ്ങളെ ശാർങ്കിയായ ഭഗവാന്റെ നേരെ പ്രയോഗിച്ചു. ശാർങ്കധരനായ ഭഗവാൻ അതാത് അസ്ത്രങ്ങൾക്ക് പ്രത്യസ്ത്രങ്ങൾ എയ്ത് എല്ലാറ്റിനെയും ശമിപ്പിച്ചു. ജൃംഭണാസ്ത്രം കൊണ്ട് മഹാദേവനെ മോഹിപ്പിച്ചു. അത് കഴിഞ്ഞ് ഭഗവാൻ ബാണന്റെ സൈന്യത്തെ നേരിട്ടു. അതുപോലെ പ്രദ്യുമ്നോടെതിരിട്ട് ഭയപ്പെട്ട് പരാജയപ്പെട്ട് ഗുഹൻ അഥവാ സുബ്രഹ്മണ്യസ്വാമി അവിടുന്ന് മയിൽവാഹനനായി പറന്നകന്നു, സ്ഥലം വിട്ടു. അതുപോലെ കുംഭാണ്ഡ കൂപകർണന്മാർ ബലരാമസ്വാമിയുടെ മുസലം കൊണ്ട് ഭൂമിയിൽ പതിച്ചു. അവരുടെ പുറകെ ഉണ്ടായിരുന്ന സൈന്യങ്ങളെല്ലാം നാഥന്മാരില്ലാതെ അടിയഴിച്ചിട്ടുകൊണ്ട് കൃഷ്ണന്റെ മുമ്പിൽ അവസ്ഥിതി ചെയ്തു, തന്റെ പുത്രന്റെ പ്രാണരക്ഷയ്ക്കായിക്കൊണ്ട്. ആ സമയത്ത് ഭഗവാൻ ഒന്ന് തലതിരിച്ചു, തിര്യങ്മുഖനായി. ആ ബാണനാവട്ടെ താവത് വിരതഃ ചിന്നധന്വ ആവിശത് പുരം. രഥമില്ലാത്തവനും വില്ലില്ലാത്തവനുമായിട്ടുള്ള ബാണൻ പുരത്തിലേക്ക് പ്രവേശിച്ചു, ആയുധത്തോടുകൂടി വരാനായിക്കൊണ്ട്. ഈ സമയത്ത് ത്രിശിരസ്സായ ത്രിപാദായ ജ്വര, ശൈവജ്വരം ഭഗവാന്റെ നേരെ പാഞ്ഞു വന്നു, ദിക്കുകളെയെല്ലാം ദഹിപ്പിക്കുമാറ് ജ്വലിച്ചുകൊണ്ട്. ആ സമയത്ത് നാരായണനായ ഭഗവാൻ തന്റെ ജ്വരത്തെ, വൈഷ്ണവ ജ്വരത്തെ വ്യസൃജത് പ്രയോഗിച്ചു. അങ്ങനെ മാഹേശ്വര വൈഷ്ണവ ജ്വരങ്ങൾ തമ്മിൽ യുയുധാതെ തമ്മിൽ യുദ്ധം ചെയ്തു. ആ വൈഷ്ണവേന ബലാർദ്ദിത മാഹേശ്വര സമാക്രന്തന്, വൈഷ്ണവജ്വരം കൊണ്ട് ബലമായി പീഡിപ്പിക്കപ്പെട്ടവനായിട്ട് മാഹേശ്വരജ്വരം നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് വേറൊരിടത്തും അന്യത്ര അഭയം അലബ്ധ്വ,
മറ്റൊരിടത്തും അഭയം ലഭിക്കാത്തവനായി ഭീതഃ മാഹേശ്വരഃ ജ്വരഃ ശരണാർത്ഥി ഋഷീകേശം പ്രയതാഞ്ജലി തുഷ്ടാവ. ശരണാർത്ഥിയായി ഋഷീകേശന്റെ അടുത്തേക്ക്, നിയന്താവായ ഇന്ദ്രിയങ്ങളെയെല്ലാം നിയമിച്ചിരിക്കുന്നവനായ ഈശിക്കുന്നവനായ ഭഗവാന്റെ അടുത്തേക്ക് വന്ന് ഭഗവാനെ സ്തുതിച്ചു. അപ്പോൾ ആ ഒരു ജ്വരയുടെ സ്തുതിയാണ് ഇനി ഒരു 4 ശ്ലോകങ്ങൾ. ശിവജ്വരമാണ് സ്തുതിക്കുന്നത്. ശിവജ്വരം സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ ശിവൻ സ്തുതിക്കുന്നതിന് തുല്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ ശിവൻ എന്താ പറയുക, ബോധം കെട്ട് കിടക്കുകയാണ്. ശിവജ്വരമാണ് സ്തുതിക്കുന്നത് എന്ന് പറഞ്ഞാൽ ശിവന്റെ ശക്തി തന്നെയാണ് ജ്വരം, ശിവന്റെ ചൈതന്യം തന്നെയാണ് ജ്വരം. അപ്പോൾ ആ ശിവജ്വരം സ്തുതിക്കുന്നു എന്ന് പറയുന്നതോടുകൂടിയിട്ട് ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം എന്നുള്ളത് സ്ഥാപിച്ചു കഴിഞ്ഞു. ഇനി സാക്ഷാൽ ശിവൻ തന്നെ നേരിട്ട് സ്തുതിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ 2 സ്തുതി ശിവന്റെ വകയായിട്ട്, അല്ലെങ്കിൽ ഒന്ന് ശിവൻ ജ്വരത്തെ കൊണ്ട് സ്തുതിപ്പിച്ചു, ഒന്ന് താൻ തന്നെ നേരിട്ട് സ്തുതിച്ചു. ഇങ്ങനെ മഹാദേവന്റെ ആ ഒരു ഭഗവാനെ തൻ്റെ പ്രഭുവായി, തൻ്റെ നാഥനായി, ഈശ്വരനായി അംഗീകരിക്കുന്നതായിട്ടുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ ഭഗവാന്റെ ഐശ്വര്യം സമഗ്രമാണ്, പരിപൂർണമാണ്. ഭഗവാൻ എന്ന വാക്കിന് ഉത്തമ യോഗ്യനായിട്ടുള്ള ആള് ഈ ശ്രീകൃഷ്ണൻ തന്നെയാണ് എന്നുകൂടെ ഓർപ്പിക്കുകയാണ്. നമുക്ക് ഈ ജ്വരയുടെ സ്തുതി നോക്കാം. ജ്വര ഉവാച നമാമി ത്വാനന്ദശക്തിം പരേശം സർവാത്മാനം കേവലം ജ്ഞപ്തിമാത്രം വിശ്വോത്പത്തിസ്ഥാന സംരോധഹേതും യത്തദ് ബ്രഹ്മ ബ്രഹ്മലിംഗം പ്രശാന്തം. ജ്വര ഉവാച നമാമി ത്വാനന്ദശക്തിം പരേശം സർവാത്മാനം കേവലം ജ്ഞപ്തിമാത്രം വിശ്വോത്പത്തിസ്ഥാന സംരോധഹേതും യത്തദ് ബ്രഹ്മ ബ്രഹ്മലിംഗം പ്രശാന്തം. ഇപ്പോ ഈ ജ്വരം, ശൈവജ്വരം, എല്ലാറ്റിനെയും ദഹിപ്പിക്കാനുള്ള ശക്തി തനിക്കുണ്ട് എന്ന അഹങ്കാരത്തോടുകൂടി ഭഗവാന്റെ നേരെ പാഞ്ഞു വന്നതാണ് 10 ദിക്കുകളെയും ജ്വലിപ്പിച്ചുകൊണ്ട്. ഇപ്പോ വൈഷ്ണവ ജ്വരത്താൽ തപിപ്പിക്കപ്പെട്ട് സ്വയം അഹങ്കാരമെല്ലാം പോയി പ്രാണഭയത്തോടുകൂടിയവൻ എന്ന പോലെ പരവശനായി ഭക്തി പുരസരം സാക്ഷാൽ ഭഗവാനെ തന്നെ സ്തുതിക്കുകയാണ്. ആ ഭഗവാനെ ഈ ജ്വര കാണുന്നത് പല തലങ്ങളിൽ നിന്നാണ്. അഥവാ ഭഗവാന്റെ പല തലങ്ങളെ ഇവിടെ ജ്വരം നമ്മൾക്ക് കാണിച്ചു തരുന്നു, അനാവരണം ചെയ്യുന്നു. ഏതൊക്കെ തലത്തിൽ ഭഗവാനെ നമ്മൾ മനസ്സിലാക്കണം, ഭഗവാൻ എന്തെല്ലാം തലങ്ങളുണ്ട്, അതൊക്കെയാണ് ഈ സ്തുതിയിലൂടെ വെളിവാക്കുന്നത്. അപ്പോ ആദ്യം തന്നെ ജ്വര പറയുന്നത് നമാമിത്വാ. ത്വാ എന്ന് പറഞ്ഞാൽ ത്വാം തന്നെ, നിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങയെ. അഹം നമാമി, ഞാൻ നമസ്കരിക്കുന്നു, ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നർത്ഥം. ഞാൻ എൻ്റെ രക്ഷയ്ക്കായിക്കൊണ്ട് എന്നെ തന്നെ അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. എനിക്കെന്നെ രക്ഷിക്കാൻ ഇനി സാധ്യമല്ല എന്ന് മനസ്സിലായി. അപ്പൊ ഇനി യഥാർത്ഥ രക്ഷകനായ അങ്ങ് തന്നെ എന്നെ രക്ഷിക്കണം, അതുകൊണ്ട് അങ്ങയെ ഞാനിതാ നമസ്കരിക്കുന്നു. അപ്പോൾ തൻ്റെ അഹങ്കാരം മുഴുവൻ പോയി, തനിക്ക് തന്നെ രക്ഷിക്കാനാവില്ല എന്ന് വരുമ്പോഴാണ് ശരണാഗതി ഉണ്ടാവുക. ആ ശരണാഗതിയാണ് ഇവിടെ ഭാവം. നമാമിത്വാ. അപ്പൊ എങ്ങനെയുള്ള ത്വാ നമാമി, അതാണ് പിന്നെ ഈ പദങ്ങളൊക്കെ. ത്വാം എന്ന് പറഞ്ഞതിനെ വിശേഷിപ്പിക്കുന്ന അനേക പദങ്ങളാണ്. അനന്തശക്തിം ത്വാം, പരേശം ത്വാം, സർവാത്മാനം ത്വാം, കേവലം ത്വാം, ജ്ഞപ്തിമാത്രം ത്വാം, വിശ്വോൽപത്തിസ്ഥാന സംരോധഹേതും ത്വാം, യത്തദ് ബ്രഹ്മ ത്വാം, യത് ബ്രഹ്മ അങ്ങനെയുള്ള ത്വാം, ബ്രഹ്മലിംഗം ത്വാം, പ്രശാന്തം ത്വാം.
അല്ലെങ്കിൽ പ്രശാന്തം യത് ബ്രഹ്മ തത് ബ്രഹ്മലിംഗം ത്വാം. അപ്പൊ ഇങ്ങനെയെല്ലാം ആ ത്വാം എന്നുള്ളതിനെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണ്. അപ്പൊ ഭഗവാൻ ആരാണ്? ഭഗവാന്റെ ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന ശക്തിയോടുകൂടിയവനെന്ന് പറയാനാവില്ല. അനന്തശക്തിം ത്വാം, അനന്തമായ ശക്തിയോടുകൂടിയവനായ, അപരിച്ഛിന്നമായ അന്തമില്ലാത്ത ശക്തിയോടുകൂടിയവനായ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. പരേശം ത്വാം നമാമി. പരേശൻ ഈശന്മാർക്കും അല്ലെങ്കിൽ പരന്മാർക്കും ഈശൻ, ഈശന്മാർക്കും പരൻ, പരന്മാർക്കും ഈശൻ എന്ന് പറഞ്ഞാലോ എല്ലാവരെയും നിയന്ത്രിക്കുന്നവൻ, എല്ലാറ്റിനും മുകളിലുള്ളവൻ. അപ്പൊ ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം അല്ലേ? പരേശം എന്ന് പറയുന്നതിലൂടെ ആ മഹാദേവനും ഈശനാണങ്ങ്. ഏതൊരു മഹാദേവന്റെ അംശമാണോ ഈ ജ്വര, ആ ജ്വര പറയണ അങ്ങാണ് പരേശൻ, എനിക്കും മുകളിലാണങ്ങ്. ഇപ്പൊ പരന്മാരുടെയും ഈശ്വരനും സർവാത്മാനം, എല്ലാറ്റിൻ്റെയും ആത്മാവാണങ്ങ്. ഈ ലോകം മുഴുവൻ നിലനിൽക്കുന്നത് അങ്ങയിലാണ്. അങ്ങാണ് എല്ലാറ്റിൻ്റെയും ആത്മാ. സർവാത്മാനം കേവലം ജ്ഞപ്തി മാത്രം. കേവലം എന്ന് പറഞ്ഞാൽ രണ്ടില്ലാത്തത്, അദ്വിതീയം എന്നർത്ഥമാണ്. കേവലസ്യ ഭാവം കൈവല്യം. രണ്ടില്ലാത്ത അവസ്ഥയാണ് കൈവല്യം, രണ്ടില്ലാത്തത് കേവലം. അപ്പോ അഹമേവാസമേവാഗ്രേ, അഹമേവ ആസമേവ, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സദേവ സൗമ്യ ഇദമഗ്ര ആസീത് ഏകമേവ അദ്വിതീയം. ഏകവും അദ്വിതീയവുമായ സത്ത മാത്രമേ മുമ്പേ ഉണ്ടായിരുന്നുള്ളൂ. അതുതന്നെയാണ് ഇവിടെ കേവലം. അദ്വിതീയം എന്ന് പറഞ്ഞതാണ് ഇവിടെ കേവലം, രണ്ടില്ലാത്തതും ജ്ഞപ്തി മാത്രം. എന്താണ് ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപം? യഥാർത്ഥ സ്വരൂപം ജ്ഞപ്തി മാത്രം. ജ്ഞപ്തി എന്നാൽ ബോധം, ജ്ഞാനം, ചൈതന്യം എന്നൊക്കെ അർത്ഥമാണ്. കോൺഷ്യസ്നസ്. പ്രജ്ഞാനം ബ്രഹ്മ എന്ന മഹാവാക്യത്തിലെ ആ പ്രജ്ഞാന ശബ്ദത്തിന്റെ അർത്ഥം തന്നെയാണ് ജ്ഞപ്തി എന്നുള്ളത്. ബോധം, കോൺഷ്യസ്നസ് എന്നർത്ഥം. ഇതുപോലെ ഉള്ളത്, മൂന്ന് കാലങ്ങളിലും മാറ്റമില്ലാത്തത്, ത്രികാല അബാധിതം വസ്തു സത്യം, എല്ലായ്പ്പോഴും ഒരുപോലെ ഉള്ളതാണ്. അത് ജ്ഞാനസ്വരൂപമാണ്, ചൈതന്യസ്വരൂപമാണ്, അത് അനന്തമാണ്. അപ്പോ അനന്തശക്തി. അപ്പോ സർവാത്മാനം കേവലം ജ്ഞപ്തി മാത്രം. ഭഗവാന്റെ ആ വിവിധ പാരമാർത്ഥിക തലമാണ് കേവലം ജ്ഞപ്തി മാത്രം എന്നുള്ളത്. വ്യാവഹാരിക തലമാണ് സർവാത്മാനം പരേശം അനന്തശക്തി എന്നൊക്കെ ഉള്ളത്. ഈ ലോകമുള്ളത് കൊണ്ടാണ് പരേശൻ എന്ന് ഭഗവാനെ പറയുന്നത്. സർവാത്മാവെന്ന് പറയുന്നത് അതിനൊക്കെ ഓരോ ശക്തികളെ പ്രകടിപ്പിക്കുന്നത് കൊണ്ടാണ് അനന്തശക്തി എന്ന വിശേഷണം. വെറും പാരമാർത്ഥിക തലത്തിൽ പറഞ്ഞാൽ ഭഗവാൻ കേവലം ജ്ഞപ്തി മാത്രം. ഇനി വീണ്ടും തടസ്ഥ ലക്ഷണത്തിലേക്ക് തന്നെ വരണു. വിശ്വോത്പത്തിസ്ഥാന സംരോധഹേതും ജന്മാദ്യസ്യ യതഃ. അതാണ് ജന്മാദ്യസ്യ യതഃ. അതാണ് വിശ്വോൽപത്തി സ്ഥാന സംരോധഹേതും. വിശ്വത്തിന്റെ അസ്യ ഉൽപത്തി, ജന്മ, സ്ഥാനം, സംരോധം. സംരോധം നാശം, പ്രളയം, സംഹാരം എന്നൊക്കെ അർത്ഥം. അപ്പോ ഈ വിശ്വത്തിന്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരം അതിന് ഹേതുവായിരിക്കുന്നവൻ, കാരണഭൂതനായിരിക്കുന്നവൻ, ആദി കാരണമായിരിക്കുന്നവൻ,
ജന്മാദ്യസ്യ യതഃ, എവിടെ നിന്നാണോ ഈ പ്രപഞ്ചം ഉൽപ്പന്നമാകുന്നത്, ഏതൊന്നിനെ ആശ്രയിച്ചാണോ എല്ലാം നിലനിൽക്കുന്നത്, ഏതൊന്നിലേക്കാണോ എല്ലാം വിലയം പ്രാപിക്കുന്നത്, ആ ബ്രഹ്മമാണ് അല്ലേ തദ് ബ്രഹ്മ ഭഗവാൻ ത്വമസി. അപ്പോ വിശ്വോത്പത്തി സ്ഥാന സംരോധഹേതും ബ്രഹ്മലിംഗം. ബ്രഹ്മലിംഗം എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രഹ്മശബ്ദത്തിന് വേദം എന്നർത്ഥം. വേദത്താൽ ലിംഗ്യതേ സൂച്യതേ, വേദങ്ങളാൽ സൂചിപ്പിക്കപ്പെടുന്നത്. വേദങ്ങളാണ് ഈ പൊരുളിനെ നമുക്ക് കാണിച്ചു തരുന്നത്. വേദങ്ങളല്ലാതെ മറ്റൊരു പ്രമാണമില്ല ഈ തത്വത്തെ അറിയാൻ, ഈ ബ്രഹ്മതത്വത്തെ അറിയാൻ. ഏറ്റവും ആകെയുള്ളത് ശബ്ദപ്രമാണം, അതാണ് വേദം. അപ്പോൾ വേദങ്ങളാൽ സൂചിപ്പിക്കപ്പെടുന്നത് വേദവേദ്യം, വേദാന്തവേദ്യം. അത് തന്നെയാണ് ബ്രഹ്മലിംഗം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിഡ്ഢികളായിട്ടുള്ള പല ഡോക്ടറേറ്റും എടുത്തിട്ടുള്ള ആളുകളുണ്ട്. അതൊക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ പദമൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ വ്യാഖ്യാനിക്കുമെന്ന് പറയാൻ പറ്റില്ല, എങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കും എന്ന് പറയാൻ പറ്റില്ല. അവർ അത്ര എന്താ പറയുക, നാണമില്ലാത്തവരാണ് അവർ. ഒരു കാര്യവും മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ല, പഠിക്കൂല്ല, പഠിക്കാനുള്ള ബുദ്ധിയുമില്ല, കുനിഷ്ടും കുശുമ്പും നല്ലോണം ഉണ്ട് താനും. അതുകൊണ്ട് വേദത്തിലുള്ള ഓരോ പദങ്ങളെയും അവർക്ക് തോന്നിയ പോലെ വ്യഭിചരിച്ച് വ്യാഖ്യാനിക്കുക. അങ്ങനെയുള്ള ഡോക്ടറേറ്റുള്ള പ്രൊഫസർമാർ എല്ലാ യൂണിവേഴ്സിറ്റികളിലും നിറഞ്ഞിരിക്കുകയാണ് കേരളത്തിൽ. അവർ പ്രത്യേകമായിട്ട് ശമ്പളവും മറ്റുമൊക്കെ കിട്ടുന്നത് പോരാതെ ജിഹാദികളുടെ ചട്ടുകമായി കൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് പൊതുപ്രസംഗങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കൊന്നും ഈ പദങ്ങളുടെ ഒന്നും യഥാർത്ഥ അർത്ഥം ഗ്രഹിക്കാനുള്ള യോഗ്യത ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകൾക്കൊന്നും ചിത്തശുദ്ധി ഇല്ലാത്തവരോടൊന്നും ഇത് പറയരുത് എന്ന് പണ്ട് പറഞ്ഞത്. അന്ധക്കരണ ശുദ്ധിയില്ലാത്ത, ചിത്തശുദ്ധിയില്ലാത്ത ആളുകളോടൊക്കെ ഈ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരിതിനെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യും. ആ ചിത്തശുദ്ധിയാണ് യോഗ്യത, ഇതിലുള്ള വിശ്വാസവും ശ്രദ്ധയുമാണ് യോഗ്യത, ഗുരുവിനോടുള്ളതായിട്ടുള്ള വിധേയത്വമാണ് ഇതിനുള്ള യോഗ്യത. അതൊന്നുമില്ലാത്ത അഹങ്കാരികളും തോന്നിയവാസികളും മൂഢന്മാരുമായിട്ടുള്ള അനേകം ആളുകൾ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട് ദുർവ്യാഖ്യാനം ചെയ്യാൻ വേണ്ടി, ആരുടെയൊക്കെയോ കയ്യിൽ ചട്ടുകങ്ങളായിക്കൊണ്ട്, പിണിയാടുകളായിക്കൊണ്ട്. അപ്പോൾ അവർക്ക് ബ്രഹ്മശബ്ദം പോലും എങ്ങനെ വേണമെങ്കിലും അവർ വ്യാഖ്യാനിക്കും. അപ്പോൾ ഏത് സ്ഥലത്ത് ബ്രഹ്മശബ്ദത്തിന് എന്തർത്ഥം എന്നൊന്നും വകതിരിവൊന്നുമില്ല, പഠിച്ചിട്ടില്ലേ. ഒന്നാമത് സംസ്കൃതം മര്യാദയ്ക്ക് പഠിക്കില്ല, ഒക്കെ ഇംഗ്ലീഷിലും മലയാളത്തിലുമാണ് സംസ്കൃതം പഠിക്കണത്. സംസ്കൃതത്തെ സംസ്കൃതമായി തന്നെ പഠിക്കണം. എന്തായാലും അവരെയൊക്കെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ വായിക്കാ കേട്, പക്ഷെ പറയാതിരിക്കാനും ആവുന്നില്ല. ധർമ്മ രോഷം. അപ്പോ ബ്രഹ്മത്താൽ അഥവാ വേദത്താൽ ലിംഗ്യതേ, ബ്രഹ്മണാ ലിംഗ്യതേതി ബ്രഹ്മലിംഗം. വേദത്താൽ സൂചിപ്പിക്കപ്പെടുന്നത് വേദം മാത്രമാണ് ഈ ഈശ്വര വിഷയത്തിൽ, പരബ്രഹ്മ വിഷയത്തിൽ ആകെയുള്ള പ്രമാണം. അപ്പോ ബ്രഹ്മലിംഗം പ്രശാന്തം, ബ്രഹ്മത്തിന്റെ അഥവാ പരമാത്മാവിന് ഒരിക്കലും പ്രശാന്തി ഉണ്ടാവില്ല. എന്നാൽ ആർക്കാണോ സ്വന്തം സ്വരൂപം അത് ഏറ്റവും വലുതാണ്, എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതാണ്, തന്നിൽ നിന്ന് അന്യമായിട്ട് രണ്ടാമതൊരു വസ്തു ഇല്ല എന്നാർക്കാണോ അറിയുന്നത്, ആ ബോധം ആരിലാണോ എപ്പോഴും സ്ഥിരമായിരിക്കുന്നത്, അവരുടെ ഭാവം പ്രശാന്തം.
അഗാധ ഗംഭീരമാണ് ഈ ബ്രഹ്മത്തിൻ്റെ, അതിൻ്റെ ആ ഒരു വലിപ്പം തന്നെയാണ് അതിൻ്റെ പ്രശാന്തി. പ്രശാന്തം വികാരമില്ലാതിരിക്കുന്നതും ആയിട്ടുള്ള യത് ബ്രഹ്മ, ഏതൊരു ബ്രഹ്മമുണ്ടോ ആ അപരിച്ഛിന്നമായ തത് ത്വാ നമാമി, ആ ബ്രഹ്മമായ അങ്ങയെ നമസ്കരിക്കുന്നു. അപ്പോൾ പാരമാർത്ഥിക തലത്തിലുള്ള ശുദ്ധമായ ബ്രഹ്മം അതുതന്നെയാണ് വ്യാവഹാരിക തലത്തിലുള്ള ജഗത് കാരണരൂപമായിട്ടുള്ള ബ്രഹ്മം. വിശ്വോൽപത്തി സ്ഥാന സംരോധഹേതും, ആ ബ്രഹ്മം ഇന്നന്ന സ്വരൂപ ലക്ഷണങ്ങളോടും ഇന്നന്ന തടസ്ഥ ലക്ഷണങ്ങളോടും കൂടിയതാകുന്നു. അതിനെ വേദാന്തത്തിലൂടെ അറിയേണ്ടതാകുന്നു. ഉപനിഷത് വേദ്യമാകുന്നു ബ്രഹ്മലിംഗം. അങ്ങനെയുള്ള ബ്രഹ്മതത്വത്തെ ഞാനിതാ നമസ്കരിക്കുന്നു. സത്യം പരം ധീമഹി. ഈ നമസ്കാരം സത്യം പരം ധീമഹി എന്ന് തന്നെയാണ് അർത്ഥം. കാലോ ദൈവം കർമ്മജീവസ്വഭാവോ ദ്രവ്യം ക്ഷേത്രം പ്രാണ ആത്മാ വികാരഃ തൽസംഘാതോ ബീജരോഹ പ്രവാഹഃ ത്വന്മായൈഷാ തന്നിഷേധം പ്രപദ്യേ. കാലോ ദൈവം കർമ്മജീവസ്വഭാവഃ ദ്രവ്യം ക്ഷേത്രം പ്രാണ ആത്മാ വികാരഃ തൽസംഘാതോ ബീജരോഹ പ്രവാഹഃ ത്വന്മായൈഷാ തന്നിഷേധം പ്രപദ്യേ. ഏഷാ ത്വന്മായാ, ഇത് അങ്ങയുടെ മായയാകുന്നു. ഏതാ ഈ പറയുന്നതെല്ലാം, മുകളിൽ എണ്ണി എണ്ണി പറഞ്ഞതെല്ലാം അങ്ങയുടെ മായ. ഏഷാ ത്വന്മായ. ഏതൊക്കെയാണ്? കാലോ ദൈവം കർമ്മ ജീവ സ്വഭാവോ ദ്രവ്യം ക്ഷേത്രം പ്രാണ ആത്മാ വികാരഃ തൽസംഘാതോ ബീജരോഹ പ്രവാഹഃ. ഇതെല്ലാം അങ്ങയുടെ മായയാണ്. എന്ന് വെച്ചാൽ അങ്ങയിൽ ആരോപിതമാണ്. അങ്ങയുടെ ശക്തി തന്നെയാണ് ഇതെല്ലാം. അതിനെ വിവിധ പേരുകളിൽ വിളിക്കുന്നു. ഈ പ്രപഞ്ച നിർമ്മിതിക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെയാണ് ഈ എണ്ണി എണ്ണി പറഞ്ഞത്. അപ്പൊ ഈ കാണുന്ന വ്യാവഹാരിക സത്യം എന്ന് നമ്മൾ ചിന്തിക്കുന്ന, നമ്മൾ വ്യവഹരിക്കുന്ന ഈ കാണുന്നതായിട്ടുള്ള ജഗത്ത്, ഈ ലോകം, അത് അതിൻ്റെ ഘടകങ്ങളാണ്. അതിൻ്റെ നിർമ്മിതിക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്, മറ്റ് കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞതെല്ലാം. കാലം ദൈവം കർമ്മ ജീവ സ്വഭാവം ദ്രവ്യം ക്ഷേത്രം പ്രാണൻ ആത്മാ വികാരം തൽസംഘാതഃ. ഇതുകൊണ്ട് ഉണ്ടാവുന്ന ഒരു സംസാരമാണ് ബീജരോഹ പ്രവാഹ. സംസാരത്തിന്റെ ഒരു പര്യായ ശബ്ദമായിട്ടാണ് ബീജരോഹ പ്രവാഹ. ബീജമാണോ ആദ്യം ഉണ്ടായത്? രോഹമാണോ ആദ്യം ഉണ്ടായത്? മുട്ടയാണോ ആദ്യം ഉണ്ടായത്? കോഴിയാണോ ആദ്യം ഉണ്ടായത്? കോഴിയിൽ നിന്നാണോ മുട്ട? മുട്ടയിൽ നിന്നാണോ കോഴി? അതിങ്ങനെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കണം. ഏതാണെന്ന് ഉറപ്പിച്ച് പറയാനൊന്നും ആർക്കും സാധ്യമല്ല, അല്ലേ? നമ്മളറിയുന്ന കോഴികളൊക്കെ മുട്ടയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കോഴിക്ക് കാരണം മുട്ട. എന്നാ ഈ മുട്ട ആരാട്ടത്? അത് കോഴി. അപ്പൊ ഏതാ ആദ്യം ഉണ്ടായിരുന്നത്? ആവോ, അല്ലേ? ഇതുപോലെയാണ് ബീജവും രോഹവും. ബീജമെന്നാൽ വിത്ത്, രോഹമെന്നാൽ അതിൽ നിന്നുണ്ടാകുന്ന വൃക്ഷം. ബീജത്തിൽ നിന്നുണ്ടാകുന്ന രോഹം, ആരോഹണം ചെയ്തു വരുന്ന വൃക്ഷം. ഇപ്പൊ വൃക്ഷത്തിൽ നിന്ന് വിത്തുണ്ടാകുന്നു, വിത്തിൽ നിന്ന് വീണ്ടും വൃക്ഷമുണ്ടാകുന്നു. ഈ
ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അതിനെ പ്രവാഹം എന്ന് പറഞ്ഞു. അതിനെ തന്നെയാണ് സംസാരം എന്ന് പറയുന്നത്. ആ സംസാരം അങ്ങയുടെ മായയാകുന്നു. അതാണ് ത്വന്മായ ഏഷാ മായ. അത് അങ്ങയുടെ ശക്തിയാണ്. എന്നാൽ യഥാർത്ഥ ഭഗവാൻ ആരാണ്? തന്നിഷേധം. ഇതിനെയെല്ലാം നിഷേധിച്ചു കഴിയുമ്പോൾ, ഈ മായയെ നീക്കിക്കഴിയുമ്പോൾ എന്ത് കാണുന്നുവോ അതിനെ ഞാൻ ശരണം പ്രാപിക്കുന്നു. പ്രപദ്യേ തന്നിഷേധം പ്രപദ്യേ. ഈ മായയാണ് നമ്മൾ വലിയ സംഭവങ്ങളാണ് എന്ന് കരുതുന്ന ഇതെല്ലാം. ഏതെല്ലാം? കാലം. എന്താണ് കാലം എന്ന് പറഞ്ഞാൽ? കാലത്തിലാണ് എല്ലാ മാറ്റങ്ങളും സംഭവിക്കുന്നത്. ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കെല്ലാം ഒരു ബേസാണ് കാലം, അല്ലേ? ആദ്യമായിട്ട് കാലം എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? സത്വം, രജസ്, തമസ് എന്നുള്ള 3 ഗുണങ്ങൾ സാമ്യാവസ്ഥയിലിരുന്നതിനെ സമയമായപ്പോൾ, കാലമായപ്പോൾ അതിനെ വിഷമാവസ്ഥയിലേക്കാക്കി. അതിൽ ഇംബാലൻസ് സൃഷ്ടിച്ചു. സാമ്യാവസ്ഥയിലിരുന്നപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഉറങ്ങിക്കിടക്കുകയായിരുന്നു ജഗത്ത് വിത്തിന്റെ ഉള്ളിൽ. മൂലപ്രകൃതി എന്ന വിത്തിന്റെ ഉള്ളിൽ, പ്രധാനം എന്ന വിത്തിന്റെ ഉള്ളിൽ, അവ്യക്തം എന്ന വിത്തിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു ഈ ജഗത്ത്. നമ്മൾ എങ്ങനെയാണോ കുറെ നേരം ഉറങ്ങിക്കഴിയുമ്പോൾ സമയമാകുമ്പോൾ ഉണരുന്നത്, അതുപോലെ കാലം എന്ന ശക്തി ഈ പ്രധാനത്തിലുള്ള 3 ഗുണങ്ങളെ, സത്വരജസ്തമോ ഗുണങ്ങളെ വിജൃംഭിപ്പിച്ചു, അഥവാ വിഷമിപ്പിച്ചു. അതിൻ്റെ സാമ്യാവസ്ഥയെ നഷ്ടപ്പെടുത്തി. അപ്പോൾ സൃഷ്ടിക്ക് ആദ്യം വേണ്ടത് കാലം തന്നെയാണ്. ഈ ഗുണങ്ങളുടെ വൈഷമ്യത്തിന് വേണ്ടതായിട്ടുള്ള ഘടകമാണ്, തത്വമാണ് കാലം. ദൈവം എന്ന് പറഞ്ഞാൽ അദൃഷ്ടം. പൂർവകർമ്മവാസനകൾ, ഓരോ ജീവന്മാരുടെയും കർമ്മവാസനകളെ ടോട്ടലായിട്ട് സംഗ്രഹിച്ച് മൂലപ്രകൃതിയിൽ അടക്കി വെച്ചിരിക്കുന്നു. കാണാൻ പറ്റില്ല അത്. അതുകൊണ്ട് അദൃഷ്ടം. അതിനെ തന്നെയാണ് ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ കാലമായപ്പോൾ ഓരോ ജീവന്റെയും കർമ്മവാസനകൾ ദൃഷ്ടമാവാൻ തുടങ്ങുന്നു, പ്രകടമാവാൻ തുടങ്ങുന്നു. അതാണ് ദൈവം. അപ്പോൾ ആ ദൈവത്തെ നിയന്ത്രിക്കുന്നത് കാലം തന്നെയാണ്. കാലത്തെ നിയന്ത്രിക്കുന്നത്, കാലത്തിനെ വ്യാഖ്യാനിക്കുന്നത് ഗ്രഹാദികളുടെയൊക്കെ സ്ഥിതികളിലൂടെയും മറ്റുമൊക്കെ ആയിട്ടാണ്. സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, മറ്റ് ഗ്രഹങ്ങൾ, അവയുടെയൊക്കെ സ്ഥിതികളിലൂടെ. അപ്പോൾ ഇതിനെയൊക്കെ ചേർത്ത് ദൈവം എന്ന് പറയാം. ദൈവം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും കർമ്മബലത്തെ നിശ്ചയിക്കുന്ന ആ അദൃഷ്ടം, പൂർവകർമ്മങ്ങളുടെ സഞ്ചയം. അതിൽ നിന്നാണ് പുതിയ കർമ്മങ്ങൾ ആവിർഭവിക്കുന്നത്. ശൂന്യതയിൽ നിന്ന് അല്ല. മുമ്പ് ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിരുന്നു, അതെടുത്തിട്ടാണ് ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഓരോരുത്തരും ജനിച്ചു വരുമ്പോൾ നമ്മൾ ക്യാപിറ്റലും കൊണ്ടാണ് വരുന്നത്. പൂർവജന്മത്തിലെ അദൃഷ്ടമായ സഞ്ചിതമായ ദൈവം കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും വരുന്നത്. അതിനെയാണ് പ്രാരബ്ധം എന്നും പറയുന്നത്. അപ്പോൾ ഓരോ ജീവജാലങ്ങളും അവരുടെ കർമ്മവാസനകളാകുന്ന ദൈവവും കൊണ്ടുവന്ന് അവരവരുടെ സ്വഭാവത്തെ പ്രകടിപ്പിക്കുന്നു. അതാണ് പിന്നീട് കർമ്മ. അപ്പൊ പ്രാണികൾ ചെയ്യുന്ന ശുഭ അശുഭ കർമ്മങ്ങൾ, പുണ്യപാപ കർമ്മങ്ങൾ, അത് സംസ്കാരമനുസരിച്ചാണ്, ദൈവമനുസരിച്ചാണ്, പൂർവജന്മ കർമ്മങ്ങൾക്കനുസരിച്ചാണ് കർമ്മം, പുതിയ കർമ്മങ്ങൾ. അതുപോലെ തന്നെ ജീവൻ എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ കർത്തൃത്വത്തോടുകൂടി അഭിമാനിക്കുന്നവൻ. ഈ പുണ്യപാപ കർമ്മങ്ങൾ ഞാൻ ചെയ്യുന്നു എന്ന് അഭിമാനിക്കുന്ന അംശം, ചൈതന്യ അംശം, പ്രതിഫലിത അംശം, ആഭാസൻ, ചിദാഭാസൻ, ഈശ്വരന്റെ അംശം പ്രതിഫലിച്ചതാണ് ജീവൻ. അതുപോലെ സ്വഭാവ,
ഓരോ പദാർത്ഥങ്ങൾക്കും അതായി ഇരിക്കാനും പരിണമിക്കാനുമുള്ള സ്വഭാവങ്ങളുണ്ട്. അപ്പോൾ അതിന് സ്വഭാവം എന്ന് സംസ്കാരവിശേഷം. ദ്രവ്യം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ തന്നെ. ആകാശാദി പഞ്ചഭൂതങ്ങളാണ് ദ്രവ്യം എന്ന് പറയുന്നത്. അതുപോലെ ആകാശത്തിൻ്റെ തന്നെ തന്മാത്ര, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ. ശബ്ദം ആകാശത്തിൻ്റെ, വായുവിൻ്റെ സ്പർശം, അഗ്നിയുടെ രൂപം, ജലത്തിൻ്റെ രസം, പൃഥ്വിയുടെ ഗന്ധം. ഇതെല്ലാം ദ്രവ്യങ്ങളാണ്. ഇതിനെല്ലാം ദ്രവ്യത്വം ഉണ്ട്. അപ്പം അങ്ങനെയുള്ള തന്മാത്രകളും ഭൂതങ്ങളും. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പ്രകൃതി തന്നെ, എല്ലാറ്റിനും ഉൽപ്പത്തി സ്ഥാനമായിരിക്കുന്ന പ്രകൃതിയെ തന്നെ ക്ഷേത്രം എന്ന് പറയുന്നത്. പ്രാണഹ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെയൊക്കെ ചലിപ്പിക്കുന്ന ശക്തി. പ്രകർഷേണ അനിപ്പിക്കുന്നവൻ, അനക്കുന്നവൻ. അനക്കാൻ എന്ത് വേണം? അനൻ വേണം. പ്രകർഷേണ അനിക്കുന്നവൻ പ്രാണൻ, അനിപ്പിക്കുന്നവൻ പ്രാണൻ. അതുപോലെ അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ, ഇതിലൊക്കെ അനനുണ്ട്. താഴേക്ക് മുകളിലോട്ട് എല്ലാ ഭാഗത്തേക്കും എല്ലാം ചലിപ്പിക്കുന്ന ശക്തിക്കാണ് ഈ പ്രാണശക്തികൾ എന്ന് പറയുന്നത്. ആ പ്രാണഹ ഇന്ദ്രിയങ്ങളെയൊക്കെ ചലിപ്പിക്കുന്നതായിട്ടുള്ള ശക്തി. അതുപോലെ ആത്മാ എന്ന ശബ്ദം കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് അഹങ്കാരം. അഹങ്കാരം. അതുപോലെ വികാരഹ എന്ന് പറഞ്ഞാൽ ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതായിട്ടുള്ള ഇന്ദ്രിയങ്ങളും മറ്റുമൊക്കെ. പഞ്ചഭൂതങ്ങളുടെയൊക്കെ വികാരങ്ങളാണ് ഇന്ദ്രിയങ്ങൾ. അതിൻ്റെ സംഘാതമാണ് മൊത്തത്തിൽ നമ്മുടെ ശരീരവും മനോബുദ്ധികളും എല്ലാം ചേർന്നതായിട്ടുള്ള നമ്മുടെ വ്യക്തിത്വം. ഇങ്ങനെ അനേക സംഘാതങ്ങൾ. ഓരോ ശരീരവും ഇതിൻ്റെയൊക്കെ സംഘാതമാണ്. ഇതെല്ലാം കൂടി ചേർന്നുണ്ടായതാണ്. എന്നിട്ട് ബീജരോഹ പ്രവാഹ, വിത്തിൽ നിന്ന് രോഹം അഥവാ മുളയും വൃക്ഷവും ഉണ്ടാകുന്നു. വൃക്ഷത്തിൽ നിന്ന് വീണ്ടും വിത്തുണ്ടാകുന്നു. ഈ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതെന്തുകൊണ്ട്? ഏഷാ ത്വന്മായ, ഇത് അങ്ങയുടെ മായ എന്ന ശക്തിയാണ്. ഇത് പാരമാർത്ഥികമായിട്ടുള്ളതല്ല. പാരമാർത്ഥികമായിട്ടുള്ളത് എന്താണ്? തന്നിഷേധം. ഇതിനെയൊക്കെ നിഷേധിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ നാമരൂപങ്ങൾ എന്തെല്ലാം വ്യത്യാസങ്ങൾ പറഞ്ഞുവോ അതിനെയൊക്കെ നീക്കിയിട്ട് അതിനൊക്കെ സത്തയായിരിക്കുന്ന പരമ്പൊരുൾ, മനോബുദ്ധ്യഹങ്കാര ചിത്താനി നാഹം നച ശ്രോത്രജിഹ്വേ നച ഘ്രാണനേത്രേ നച വ്യോമ ഭൂമിർ ന തേജോ ന വായുഹു എന്ന് നിഷേധിച്ചു കഴിയുമ്പോൾ എന്ത് ശേഷിക്കുന്നു? ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. അപ്പൊ തന്നിഷേധം, എല്ലാറ്റിൻ്റെയും നിഷേധാവധി എന്ന് പറയും. നിഷേധിച്ച് കഴിയുമ്പോൾ എന്താണോ അതിൻ്റെ അവസാനം ശേഷിക്കുന്നതാണ് നിഷേധാവധി. ആ നിഷേധാവധിയിൽ സാക്ഷിയായിട്ട് ആ ജ്ഞപ്തിരൂപമായ പരബ്രഹ്മ ചൈതന്യം മാത്രം ശേഷിക്കും. ആ ജ്ഞപ്തിസ്വരൂപമായ പരബ്രഹ്മത്തെ അഹം പ്രപദ്യേ, ഞാൻ ശരണം പ്രാപിക്കുന്നു. അപ്പൊ ഈ മായാ പ്രവാഹം ആരുടെ ഉപരി നടന്നുകൊണ്ടിരിക്കുന്നുവോ, ഒരു പ്രവാഹം അത് വഹിക്കപ്പെടണമെങ്കിൽ, അത് ഒഴുകണമെങ്കിൽ എന്ത് വേണം? അതിനൊരു ഉറച്ച അടിത്തട്ട് വേണം. ഒരു അടിത്തട്ടിന്റെ മുകളിലാണ് പ്രവാഹങ്ങളൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഗംഗാ പ്രവാഹം എന്ന് പറഞ്ഞാൽ ഗംഗയ്ക്കൊരു അടിത്തട്ടുണ്ട്. ആ അടിത്തട്ട് മാറുന്നില്ല, അതവിടെ തന്നെയാണ് കാലാകാലങ്ങളായിട്ട്, അനേക സഹസ്രാബ്ദങ്ങളായി അല്ലേ. ഭഗീരഥൻ ഗംഗയെ കൊണ്ടുവന്നപ്പോൾ തുടങ്ങി ഗംഗ അതിന്റെ മുകളിൽ ഒഴുകുകയാണ്. പക്ഷെ അതിനു മുമ്പും അവിടെ ഉണ്ടായിരുന്നു. ഈ അടിത്തട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ അടിത്തട്ടിലേക്ക് ഭഗീരഥൻ ഗംഗയെ ഒഴുക്കിക്കൊണ്ടുവന്നു. ഇനിയിപ്പോൾ ആ ഗംഗ തീരെ ഇല്ലാതായാലും എന്ത് ശേഷിക്കും? അതിൻ്റെ അടിത്തട്ട് ശേഷിക്കും. വെള്ളമൊക്കെ വറ്റിപ്പോയി, ഗംഗയിൽ ഒരു തുള്ളി വെള്ളമില്ല. ഓ ആയിക്കോട്ടെ, പക്ഷെ അടിത്തട്ടുണ്ടോ? ഉണ്ട്.
അതുപോലെയാണ് ഈ ജഗത്ത്, ഈ സംസാരമാകുന്ന പ്രവാഹം, ഈ മായാപ്രവാഹം. ഈ പ്രവാഹം വന്നതാണ്, അതൊരു കാലത്ത് വറ്റിപ്പോകും, ഇല്ലാതെയാകും. എന്നാലും അതിൻ്റെ അടിത്തട്ടായിരിക്കുന്ന പരമാർത്ഥ വസ്തു സത്യം പരം അത് ശേഷിക്കും. പരമം സത്യം, അല്ലെ? സത്യം പരം ധീമഹി. അതാണ് ഇവിടെ തന്നിഷേധം പ്രപദ്യേ. അപ്പൊ ഓരോ ശ്ലോകവും എന്താ പറയണത്? സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി. ആ പരമസത്യത്തെ അനുസന്ധാനം ചെയ്യൂ. നമ്മൾക്ക് ആ പരമസത്യത്തെ അനുസന്ധാനം ചെയ്യാം. ഈ മാറിക്കൊണ്ടിരിക്കുന്ന ഈ മായയിൽ ഭ്രമിക്കാതിരിക്കാം. ഈ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവാഹത്തിൽ നമുക്ക് ഭ്രമിക്കാതിരിക്കാം. പ്രവാഹം വരട്ടെ പോകട്ടെ, എന്തു വേണമെങ്കിൽ സംഭവിക്കട്ടെ, പ്രവാഹം തീരെ ഇല്ലാതായിക്കോട്ടെ. പക്ഷേ അപ്പോഴും ഈ വസ്തു, ഈ അബ്സല്യൂട്ട് റിയാലിറ്റി, ഈ പരമസത്യം അത് ഇല്ലാതാവാൻ പോകുന്നില്ല. അതിനെ ആശ്രയിച്ചാണ് ഇതെല്ലാം വഹിക്കപ്പെടുന്നത്. ബീജരോഹ പ്രവാഹ സംസാര. ഇപ്പൊ സംസാരത്തിന് മുഴുവൻ ആധാരമായിരിക്കുന്ന ആ പരമസത്യത്തെ ഞാൻ ശരണം പ്രാപിക്കുന്നു. കാലോ ദൈവം കർമ്മ ജീവസ്വഭാവോ ദ്രവ്യം ക്ഷേത്രം പ്രാണ ആത്മാവികാര തൽസംഗാദോ ബീജരോഹ പ്രവാഹ ത്വന്മായൈഷ തന്നിഷേധം പ്രപദ്യേ. ഈ ജഗത്തിൽ എന്തെല്ലാം കാണുന്നു, കേൾക്കുന്നു, നമ്മൾ അനുഭവിക്കുന്നു, എല്ലാം എന്താണ്? ത്വന്മായ ഏഷാ. ഈ കാണുന്നതെല്ലാം അങ്ങയുടെ മായയാകുന്നു, അല്ലേ? ആ മായയെ നീക്കി പരമവസ്തുവിനെ കാണിച്ചു തരുന്ന ആചാര്യനും ഗുരുവും വന്ന് തന്നെ. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. ആ മായയെ നീക്കുന്ന പ്രോസസ്സിനെയാണ് തന്നിഷേധം എന്ന് പറഞ്ഞത്. നിഷേധിച്ചു കഴിഞ്ഞാൽ, മായയെ നീക്കിക്കഴിഞ്ഞാൽ, ഈ കുപ്പായങ്ങളൊക്കെ ഊരിക്കളഞ്ഞാൽ ആര് ശേഷിക്കും? ആ പരബ്രഹ്മതത്വം, ജ്ഞപ്തി മാത്രം. നാനാഭാവൈർലീലയൈവോപപന്നൈഃ ദേവാൻ സാധൂൻ ലോകസേതോൻ ബിഭർഷി ഹംസ്യുന്മാർഗാൻ ഹിംസയാ വർത്തമാനാൻ ജന്മൈദത്തേ ഭാരഹാരായ ഭൂമേഃ. നാനാഭാവൈർലീലയൈവോപപന്നൈഃ ദേവാൻ സാധൂൻ ലോകസേതൂൻ ബിഭർഷി ഹംസ്യുന്മാർഗാൻ ഹിംസയാ വർത്തമാനാൻ ജന്മൈദത്തേ ഭാരഹാരായ ഭൂമേഃ. ഈ പരബ്രഹ്മവും ഈ മുമ്പിൽ നിൽക്കുന്ന കൃഷ്ണനും തമ്മിൽ എന്ത് സംബന്ധം, അല്ലേ? കൃഷ്ണൻ ചോദിക്കുകയാണ്, അത് ശരി, നിങ്ങളിപ്പോൾ ആരെയാപ്പ സ്തുതിച്ചുകൊണ്ടിരിക്കണത്? ഞാൻ ദേവകീപുത്രൻ, വസുദേവപുത്രൻ, വാസുദേവൻ. ഞാനാര്? നിങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ആ പരമസത്യം, പരബ്രഹ്മം എന്നൊക്കെ പറയണ്ടല്ലോ, ആ വസ്തു ഏത്? ഞാൻ തമ്മിൽ എന്ത് ബന്ധം? ഞങ്ങൾ തമ്മിൽ എന്ത് ബന്ധം എന്ന് ഭഗവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും പൊട്ടന്മാരോ പിന്നീട് ചോദിച്ചാൽ, അല്ലേ, പണ്ഡിതം മന്യമാനന്മാര് ഏതെങ്കിലും ആളുകൾ ചോദിച്ചാൽ അതിനുള്ള മറുപടിയാണ്, ആ പരബ്രഹ്മതത്വം തന്നെയാണ് അവതാരമൂർത്തിയായി പദാ ദേവകി പുത്രനായി കൃഷ്ണനായി ഇവിടെ നിൽക്കുന്നത്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, കൃഷ്ണസ്തു പരമാത്മാ സ്വയം, കൃഷ്ണസ്തു പരബ്രഹ്മ സ്വയം.
അതാണ് ഇവിടെ ഉറപ്പിച്ച് പറയുന്നത്. അപ്പോ ഭഗവാൻ തന്നെ പറഞ്ഞ യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത, അല്ലേ, അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. എങ്ങനെ? അജോബി സൻ അവ്യയാത്മാ ഭൂതാനാമീശ്വരോബി സൻ പ്രകൃതിം സ്വാമവഷ്ടഭ്യ സംഭവാമ്യാത്മമായയാ. ഇപ്പോ അജോബി സൻ അവ്യയാത്മാ, ജനനമില്ലാത്തവനായിട്ടും മരണരഹിതനായിട്ടും ഉൽപ്പത്തി വിനാശങ്ങളില്ലാത്തവനായ സത്യസ്വരൂപനായ ആ ഈശ്വരൻ, ആ പരബ്രഹ്മം, ആ പരമാത്മാ, അതാണ് അജോബിസൻ അവ്യയാത്മാ ഭൂതാനാമീശ്വരോബിസൻ. ആ അവ്യയാത്മാവ് തന്നെയാണ് ഭൂതങ്ങളെയെല്ലാം ഈശിക്കുന്നത്. സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം മുതലായ ലീലകളെ കൊണ്ട് ഈ വിശ്വത്തെ മുഴുവൻ ഈശിക്കുന്നത്. ഭൂതാനാമീശ്വരോബിസന്ന്. അങ്ങനെയുള്ള ആ പരമാത്മാ ചൈതന്യം സ്വാം പ്രകൃതിമവഷ്ടഭ്യ, തന്റെ തന്നെ ശക്തിയായ പ്രകൃതിയെ സ്വീകരിച്ചുകൊണ്ട്, തന്റെ തന്നെ വേഷം കെട്ടാനുള്ള, അല്ലേ, ആ വർണ്ണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ത്രിഗുണങ്ങളാകുന്ന വർണ്ണങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് പല വേഷങ്ങൾ കെട്ടി ഇറങ്ങുകയാണ് രംഗത്തേക്ക്. അതാണ് ഇവിടെ നാനാഭാവൈർ ലീലയായേവ ഉപപന്നൈഹി ദേവാൻ സാധൂൻ ലോകസേതൂൻ ബിഭർഷി. അങ്ങ് എന്തിനെയൊക്കെ ബിഭർഷി, ബിഭർഷി എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നു, ഭരിക്കുന്നു എന്ന് പറഞ്ഞാൽ വഹിക്കുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു, സസ്റ്റെയിൻ ചെയ്യുന്നു, എല്ലാറ്റിനെയും നിലനിർത്തുന്നു. ബിഭർഷി, ത്വം ബിഭർഷി. എന്തിനെയൊക്കെ ബിഭർഷി? ദേവാൻ സാധൂൻ ലോകസേതൂൻ. ദേവാൻ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ എന്താ പറയുക, ഭഗവാന്റെ ശക്തികളായി തന്നെ, ഭഗവാന്റെ ആജ്ഞാനുവർത്തികളായി തന്നെ നിയമങ്ങളെയൊക്കെ പരിപാലിക്കുന്ന അതോറിറ്റീസ്. ഇപ്പോ നമ്മുടെ ഈ ജനാധിപത്യ രാജ്യത്ത് ഭരണനിർവഹണത്തിന് സഹായിക്കുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ ദേവന്മാരുടെ സ്ഥാനം എന്ന് പറയാം. ജുഡീഷ്യറി ആവട്ടെ, അതുപോലെ പോലീസ് വകുപ്പാകട്ടെ, അതുപോലെ റവന്യൂ വകുപ്പാകട്ടെ, ഏതൊക്കെ വകുപ്പുകളുണ്ടോ അതൊക്കെ ഓരോ ദേവന്മാരാണ്. അവരെയൊക്കെ ആര് മെയിൻറ്റെയിൻ ചെയ്യുന്നു? ഈ രാജ്യത്തിന്റെ പരമാധികാരിയായിരിക്കുന്ന പ്രസിഡന്റ്. ആ പ്രസിഡന്റിനെ പ്രധാനമന്ത്രിയും പാർലമെന്റും എല്ലാവരും കൂടി തെരഞ്ഞെടുക്കുന്നു. അപ്പൊ ആ പ്രസിഡന്റാണ് ഇതിലെ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത്. അപ്പൊ അതുപോലെ ഇവിടെ ഈ പ്രപഞ്ചത്തിനെ പല ഭാഗത്തു നിന്നുകൊണ്ട് പല ധർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ശക്തികളെയാണ് ഇവിടെ ദേവന്മാരെന്ന് പറയുന്ന. ആ ദേവന്മാരെ പരിപാലിക്കുന്നതാരാ? അത് ഭഗവാൻ തന്നെ. സാധൂൻ, സാധുജനങ്ങളെ, സജ്ജനങ്ങളെ, ധർമ്മനിഷ്ഠരായിട്ടുള്ളവരെ പരിപാലിക്കുന്നു. ലോകസേതൂൻ, ഈ ലോകത്തിലെ സേതുക്കളെ, സേതു എന്ന് പറഞ്ഞാൽ മര്യാദ, പരിധി, വരമ്പ്, ലിമിറ്റ്, ആത്യന്തികമായി ധർമ്മം എന്നർത്ഥം. ലോകത്തെ നിലനിർത്തുന്ന മര്യാദകളെ തന്നെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ആ ധർമ്മങ്ങളാകുന്ന സേതുക്കളെ, വരമ്പുകൾ പൊട്ടാതെ, അണ പൊട്ടാതെ, പരിധികൾ ലംഘിക്കപ്പെടാതെ എല്ലാ നിയമങ്ങളെയും, പ്രപഞ്ച നിയമങ്ങളെ ബിഭർഷി ഭരിക്കുന്നു. എങ്ങനെ? നാനാഭാവൈർ ലീലയായേവ ഉപപന്നൈഹി. ലീലയായേവ ഉപപന്നൈഹി, അങ്ങ് ലീലയായി സ്വീകരിച്ചത്.
എന്ത് നാനാഭാവങ്ങൾ? നാനാഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ നാനാ അവതാരങ്ങൾ. മത്സ്യ, കൂർമ്മ, വരാഹ, വാമന, നൃസിംഹ, അല്ലേ, പരശുരാമ, ബലരാമ, ശ്രീരാമ എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള എല്ലാ ഭാവങ്ങളും, അതാണ് നാനാഭാവങ്ങൾ. നാനാ അവതാരൈഹി. എങ്ങനെ എടുത്തിട്ടുള്ള അവതാരങ്ങൾ? ലീലയായേവ ഉപപന്നൈഹി. നമ്മളെപ്പോലെ കർമ്മബന്ധം കൊണ്ട് വന്നു ചേർന്നതല്ല, സ്വേച്ഛയ ലീലയ സ്വീകരിച്ചതാണ് ഭഗവാന്റെ അവതാരങ്ങൾ. അങ്ങനെയുള്ള നാനാ അവതാരങ്ങളെ കൊണ്ട് ദേവന്മാരെയും സജ്ജനങ്ങളെയും ലോകമര്യാദകളെയും അഥവാ ധർമ്മത്തെയും അങ്ങ് പരിപാലിക്കുന്നു ബിഭർഷി. മാത്രമല്ല ഹംസി, അങ്ങ് ഹനിക്കുന്നു, നശിപ്പിക്കുന്നു. ആരെ? ഉന്മാർഗാൻ. ഉന്മാർഗന്മാരെ എന്ന് പറഞ്ഞാലോ വഴിതെറ്റി നടക്കുന്നവർ, മാർഗം ഉത്ക്രമിച്ച് നടക്കുന്നവർ, അതിക്രമിച്ച് നടക്കുന്നവർ. ഭഗവാൻ നിശ്ചയിച്ചിട്ടുള്ള മാർഗമാണ് ധർമ്മം. ധർമ്മം ചര. അപ്പൊ ആ ധർമ്മം ചര എന്നുള്ള മാർഗം ഉല്ലംഘിച്ചുകൊണ്ട് തോന്നിയവാസികളായി നടക്കുന്നവരെ, അസുരന്മാരെ, ദുഷ്ടന്മാരെയൊക്കെ ഉന്മാർഗാൻ ഹംസി. അവരെങ്ങനെ വർത്തിക്കുന്നവരാണ്? ഹിംസയാ വർത്തമാനാൻ. ഈ ഉന്മാർഗികൾ ഹിംസ കൊണ്ടാണ് വർത്തിക്കുന്നത് എന്ന് വെച്ചാൽ തങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചുറ്റുപാടുമുള്ള എല്ലാ ജീവജാലങ്ങളെയും അവർ ഉപദ്രവിക്കുന്നു, ഹിംസിക്കുന്നു. അങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ട് സ്വാർത്ഥരായി വഴിതെറ്റി നടക്കുന്ന താന്തോന്നികളെ നിലയ്ക്ക് നിർത്താൻ വേണ്ടി വന്നാൽ അവരെ ഹനിക്കുകയും ചെയ്യുന്നു. അപ്പോ പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം. ദുഷ്കൃതികളായ ആളുകളെ നശിപ്പിക്കാനും ഹംസ്യുന്മാർഗാൻ ഹിംസയാ വർത്തമാനാൻ ജന്മ ഏതത് തേ ഭാരഹാരായ ഭൂമേ. അപ്പൊ ആ കൂട്ടത്തിൽ ഇപ്പോ ഉള്ള അങ്ങയുടെ ഏതത് തേ ജന്മ, ഈ അങ്ങയുടെ ജന്മം, ഈ കൃഷ്ണജന്മം, ഈ കൃഷ്ണാവതാരം, ഈ ദേവകീപുത്രാവതാരം, ഈ വസുദേവനന്ദനാവതാരം, അത് എന്തിനു വേണ്ടി? ഭാരഹാരായ ഭൂമേഹേ. ഭൂമേഹേ ഭാരഹാരായ, ഭൂമിയുടെ ഭാരത്തെ ഹരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ വാസ്തവത്തിൽ അങ്ങക്ക് ജനന മരണങ്ങളൊന്നുമില്ല, അങ്ങ് ലീലയാ സ്വീകരിക്കുന്നതാണ് ഈ ഭാവങ്ങൾ, ഈ ജന്മങ്ങൾ. മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ജനിച്ചു എന്ന് തോന്നുമെങ്കിലും അങ്ങ് അജൻ തന്നെയാണ്, അവ്യയാത്മാ തന്നെയാണ്. പക്ഷേ ദേവകീപുത്രനായും വസുദേവപുത്രനായും ഒക്കെ അഭിനയിക്കുന്നു. അത് ഭൂമിയുടെ ഭാരം ഹരിക്കാൻ വേണ്ടി മാത്രമാണ്. അങ്ങ് വാസ്തവത്തിൽ ആരുടെയും പുത്രനുമല്ല, പിതാവുമല്ല, മാതാവുമല്ല, ഭർത്താവുമല്ല. എന്നാൽ എല്ലാമാണ് താനും, അല്ലേ? വ്യാവഹാരിക ദൃഷ്ട്യാ എല്ലാമാണ്, പാരമാർത്ഥിക ദൃഷ്ട്യാ അങ്ങ് വാസ്തവത്തിൽ ആരുടെയും മകനുമല്ല, ആരുടെയും അച്ഛനുമല്ല, ഭർത്താവുമല്ല, ഒന്നുമല്ല. അങ്ങ് മാത്രം സത്യം, അങ്ങ് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും ആ ഭഗവാന്റെ കൃഷ്ണ അവതാരത്തെക്കുറിച്ച്, ഈ കൃഷ്ണനായി പറഞ്ഞത്, അല്ലെങ്കിൽ മുമ്പ് പരബ്രഹ്മം എന്ന് ഏതൊന്നിനെ പറഞ്ഞു, അല്ലെങ്കിൽ പ്രപഞ്ചകാരണമായ ബ്രഹ്മം എന്ന് ഏതിനെ പറഞ്ഞുവോ അതുതന്നെയാണ് ഇപ്പതാ മുമ്പിൽ നിൽക്കുന്ന കൃഷ്ണൻ. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവദിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത് സാക്ഷാത് ഭാതി. ആ ബ്രഹ്മതത്വം തന്നെയാണിതാ ഈ മുമ്പിൽ കൃഷ്ണനായി, പ്രദ്യുമ്നന്റെ അച്ഛനായി, അനിരുദ്ധന്റെ മുത്തച്ഛനായി, ബലരാമന്റെ അനുജനായി എല്ലാം ഇവിടെ വേഷം കെട്ടി ആടുന്നത്. അപ്പോൾ ആ ഒരു തത്വമാണ് ഇവിടെ ആദ്യത്തെ 2 ശ്ലോകങ്ങളിൽ സാന്ദ്രാനന്ദാവബോധാത്മകാദി ഭഗവാന്റെ
ആ പരമാത്മഭാവത്തെ, ഈശ്വരഭാവത്തെയൊക്കെ പറഞ്ഞു. അവസാനം ഇപ്പൊ പറഞ്ഞു സാക്ഷാത് ബാധി, ഇപ്പതാ കൃഷ്ണരൂപത്തിൽ പ്രകാശിക്കുന്നു. അല്ലേ? മേൽപ്പത്തൂർ പറഞ്ഞു ഗുരുവായൂരപ്പന്റെ രൂപത്തിൽ പ്രകാശിക്കുന്നു. ഇവിടെ ജ്വര പറയുന്നു ഇതാപ്പ എന്റെ മുമ്പിൽ കൃഷ്ണമൂർത്തിയായി നിൽക്കുന്നു. കാണുന്ന ഞങ്ങളുടെയൊക്കെ ഭാഗ്യം, ഭാഗ്യം. അങ്ങനെയുള്ള അങ്ങയെ അറിയാതെ, പരമാർത്ഥ തത്വം അറിയാതെ, അഹങ്കാരത്തോടുകൂടെ അങ്ങയെ ഉപദ്രവിക്കാനായിട്ട് ഞാൻ പുറപ്പെട്ടു. എൻ്റെ അപരാധം പുറത്ത് എനിക്ക് രക്ഷ നൽകണം, അഭയം നൽകണം എന്ന് പ്രാർത്ഥനയാണ്. തപ്തോഹം തേ തേജസാ ദുസ്സഹേന ശാന്തോഗ്രേണാത്യുൽബണേന ജ്വരേണ താവത്താപോ ദേഹിനാം തേംഗ്രിമൂലം നോ സേവേരൻ യാവകാശാനുബദ്ധാഃ. തപ്തോഹം തേ തേജസാ ദുസ്സഹേന ശാന്തോഗ്രേണാത്യുൽബണേന ജ്വരേണ താവത്താപോ ദേഹിനാം തേംഗ്രിമൂലം നോ സേവേരൻ യാവദാശാനുബദ്ധാഃ. ഇപ്പൊ ഇവിടെ നേരിട്ട് എനിക്ക് അഭയം തരണേന്ന് അപേക്ഷിക്കുകയല്ല. ഇപ്പൊ ഞാൻ അങ്ങയെ സേവിക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? അങ്ങയെ സേവിക്കുന്നവൻ അങ്ങയാൽ രക്ഷിക്കപ്പെടുന്നു, അവന്റെ താപങ്ങളെല്ലാം ശമിക്കപ്പെടുന്നു. അപ്പൊ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ. അപ്പൊ എത്ര കാലത്തോളം അങ്ങയെ സേവിക്കാതിരിക്കുന്നുവോ അത്ര കാലം മാത്രമേ ഒരാൾക്ക് താപമുള്ളൂ. എന്ന് മുതൽക്ക്, എപ്പോൾ മുതൽക്ക് അവൻ അങ്ങയെ സേവിക്കാൻ ആരംഭിക്കുന്നുവോ അതോടുകൂടി അവന്റെ എല്ലാ താപങ്ങളും തീർന്നു. അതാണ് ഇവിടെ പറയുന്നത്. അങ്ങയെ ഞാനിതാ സേവിക്കുന്നു, അതുകൊണ്ട് തന്നെ എൻ്റെ താപങ്ങളെല്ലാം പോകുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്നാ പറയുന്നത്. അല്ലാതെ എൻ്റെ താപങ്ങളെയൊക്കെ നീക്കിത്തരണേന്ന് പ്രാർത്ഥനാ രൂപത്തിലല്ല, അങ്ങയുടെ പാദമൂലത്തെ ആശ്രയിക്കുന്നതോടുകൂടെ അവന്റെ എല്ലാ ദുഃഖങ്ങളും തീരുകയാണ്. അതാണ് അഹം തപ്തഃ, ഞാൻ മുമ്പ് തപിച്ചു. എങ്ങനെ? തേ തേജസാ ദുസ്സഹേന, അങ്ങയുടെ ദുസ്സഹമായ തേജസ് കൊണ്ട് ഞാൻ തപിച്ചു. ഏതാ തേജസ് ഇവിടെ ഉദ്ദേശിച്ചത്? വൈഷ്ണവജ്വരം. വൈഷ്ണവജ്വരം എന്ന തേജസ് കൊണ്ട്, സഹിക്കാൻ പറ്റാത്ത ശക്തമായിട്ടുള്ള തേജസ്സാണ്, അതുകൊണ്ട് ശൈവജ്വരമായ ഞാൻ തപിച്ചു എന്ന്. നമ്മളും ഒക്കെ അല്ലേ വിഷ്ണുമായ എന്ന തേജസ്സിനാൽ തപിക്കുകയാണ്. മമമായ ദുരത്യയാ, അല്ലേ? ഭഗവാന്റെ മായ ദുസ്സഹമാണ്, ദുരത്യയാണ്. ആ മായയിൽ കിടന്ന് തപിക്കുകയാണ് നമ്മളൊക്കെ. ആ മായ എന്തെല്ലാം ഭാവങ്ങളെ പ്രകടിപ്പിക്കും? ശാന്തോഗ്രേണാത്യുൽബണേന ജ്വരേണ. ഈ ജ്വരം എന്നത് നമ്മൾക്കൊക്കെ മായ തന്നെയാണ് ജ്വരം. അപ്പോ അത്യുൽബണേന, അത്യുൽബണം അതിഭയങ്കരം, അതികഠിനം എന്നൊക്കെ അർത്ഥം. ശാന്തോഗ്രേണ, ചിലപ്പോൾ ശാന്തമായും ചിലപ്പോൾ ഉഗ്രമായും ഒക്കെ. ഈ എന്താ പറയുക, ഈ ജ്വരം ശാന്തം അഥവാ ശൈത്യരൂപത്തിലുള്ള ജ്വരമാണ് വൈഷ്ണവ ജ്വരം. എന്നാൽ അതിശൈത്യമായാലോ അത് ഉഗ്രമാണ്, അല്ലേ? ശൈവജ്വരം അതിതീക്ഷ്ണമായി ദിക്കുകളെയൊക്കെ ദഹിപ്പിക്കുമാറ് താപത്തോടുകൂടി വന്നു. അതിന്റെ എത്രയോ ഇരട്ടി ശാന്തമായിട്ട് അഥവാ ശൈത്യഭാവത്തോടെ വൈഷ്ണവജ്വരം അതിനെ പീഡിപ്പിച്ചു, അല്ലെ? തീയിന് പോലും തണുപ്പ് കൊണ്ട് നിൽക്കാൻ വയ്യ എന്നുള്ള അവസ്ഥയായി, ശൈത്യം കൊണ്ട് ബാധിക്കപ്പെട്ടു. അപ്പോ ഈ ശൈവജ്വരം അഗ്നിരൂപത്തിലാണ് വന്നതെങ്കിൽ ശാന്തമായ ഉഗ്രഭാവമാണ് എന്ന് പറഞ്ഞാൽ ശൈത്യരൂപത്തിലുള്ള ഉഗ്രഭാവമാണ് വൈഷ്ണവജ്വരം. അതാണ് ശാന്തോഗ്രേണ എന്ന് പറയുന്നത്. അതിഭയങ്കരമായിട്ടുള്ള തണുപ്പ് കൊണ്ട് എന്നെ
പീഡിപ്പിക്കുകയാണ് ഈ വൈഷ്ണവജ്വരം. അപ്പോൾ അങ്ങനെയുള്ള ശാന്തോഗ്രേണ ജ്വരേണ അഹം തപ്തഃ, ഞാൻ തപിക്കപ്പെട്ടവനായിരുന്നു. അപ്പോ ആശാനുബദ്ധാഹ തേ അംഗ്രിമൂലം യാവത് നോ സേവേരൻ ദേഹിനാം താവത് താപഃ. നമ്മളെ പോലെയുള്ള ദേഹികളുടെയൊക്കെ അവസ്ഥ പറയണം. ആശാനുബദ്ധാഹ, വിവിധങ്ങളായ ഭൗതിക വിഷയങ്ങളിലുള്ള കൊതി, ആശ, അതുകൊണ്ട് മൂത്ത് അനുബദ്ധരായി വലിച്ചഴയ്ക്കപ്പെടുന്നവരായി, ആശാപാശം കൊണ്ട് വലിച്ചഴയ്ക്കപ്പെടുന്നവരായിട്ട് തേ അംഗ്രിമൂലം യാവത് നോ സേവേരൻ, അങ്ങയുടെ പാദകമലങ്ങളെ എത്ര കാലത്തോളം സേവിക്കാതിരിക്കുന്നുവോ, ആശാപാശങ്ങളാൽ വലിച്ചഴയ്ക്കപ്പെട്ട് ബഹിർമുഖന്മാരായി പരമസത്യസ്വരൂപനായ ഭഗവാന്റെ പാദത്തെ ആരാണോ സേവിക്കാതിരിക്കുന്നത്, എത്ര കാലത്തോളം സേവിക്കാതിരിക്കുന്നുവോ, താവത് ദേഹിനാം താപഃ, അത്ര കാലത്തോളമാണ് ദേഹികൾക്ക് താപം. ഇപ്പൊ ഭഗവാന്റെ പാദത്തെ ആശ്രയിക്കാതിരിക്കുന്നത് വരേക്കാണ് ദേഹികൾക്ക് താപം. എപ്പോ ഭഗവാന്റെ പാദത്തെ ആശ്രയിക്കുന്നുവോ അതോടുകൂടി എല്ലാ താപങ്ങളും ശമിക്കുന്നു എന്ന് താല്പര്യം. അത് പറയാതെ പറഞ്ഞു അല്ലേ? താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. അപ്പൊ ഇവിടെ തന്റെ കാര്യവും സേഫാണ് എന്ന് അതിലൂടെ പറയണം. ഞാൻ ഇത്രയും കാലം അങ്ങയെ സേവിക്കാതെ അഹങ്കാരിയായി വേറെ ആരെയൊക്കെയോ സേവിച്ചുകൊണ്ടിരുന്നു. ഇപ്പതാ ഞാൻ അങ്ങയുടെ പാദത്തെ ശരണം പ്രാപിച്ചിരിക്കണു, സേവിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി എന്നെ ഒരു തരത്തിലുള്ള താപവും ബാധിക്കില്ല, എനിക്ക് ഉറപ്പുണ്ട്. അങ്ങയുടെ പാദമൂലത്തെ സേവിക്കാത്തത് വരേക്കാണ് താപം എന്ന് പ്രശസ്തമല്ലേ? എനിക്ക് ഇനിയും താപമുണ്ടായാൽ ആ നിയമം ലംഘിക്കപ്പെടും. അത് അങ്ങേക്കാണ് നാണക്കേട് അല്ലേ? മേൽപ്പത്തൂര് ഭഗവാനോട് പറയണ്ടല്ലോ, അങ്ങ് എന്റെ രോഗത്തെ മാറ്റിത്തന്നില്ലെങ്കിൽ അങ്ങയുടെ വാക്കുകളും വ്യാസവചനങ്ങളും വേദവചനങ്ങളുമെല്ലാം തെരുവ് പിള്ളേരുടെ വാക്കുകൾ പോലെയായി മാറും. രത്യാ പുരുഷ പ്രായമഖിലം എന്ന് പറയുന്നുണ്ട്. രത്യാപുരുഷന്മാരുടെ വാക്കുകൾക്ക് തുല്യമായി തീരും. തെരുവ് തണ്ടികൾ പറയുന്ന യാതൊരു വിശ്വാസ്യതയുമില്ലാത്ത ആളുകളുടെ വാക്കുകൾ പോലെയായിത്തീരും. അപ്പൊ ഇതൊരു നിയമമാണ്. ആരാണോ ഭഗവാനെ ശരണം പ്രാപിക്കുന്നത് അവർക്ക് നാശമില്ല. നമേ ഭക്ത പ്രണശ്യതി. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങയുടെ ഭക്തനാണ്, അങ്ങയെ ആശ്രയിച്ചിരിക്കുകയാണ്, എനിക്ക് താപങ്ങളില്ല എന്ന് ജ്വര ഭഗവാനെ നോക്കി പറഞ്ഞു. ഇതെല്ലാം നമുക്കുള്ള പാഠങ്ങളാണ് അല്ലേ? അങ്ങനെ ജ്വരം ഇങ്ങനെ പറഞ്ഞതായിട്ടുള്ള സമയത്ത് ഭഗവാൻ മറുപടി കൊടുക്കുന്നു. ശ്രീ ഭഗവാനുവാച ത്രിശിരസ്തേ പ്രസന്നോസ്മി വേദുതേ മജ്വരാത് ഭയം യോ നൗ സ്മരതി സംവാദം തസ്യ ത്വന്ന ഭവേത് ഭയം. ശ്രീ ഭഗവാനുവാച ത്രിശിരസ്തേ പ്രസന്നോസ്മി വേദുതേ മജ്വരാത് ഭയം യോ നൗ സ്മരതി സംവാദം തസ്യ ത്വന്ന ഭവേത് ഭയം. ഭഗവാൻ ആ ജ്വരയെ, ശൈവജ്വരത്തെ നോക്കി പറയുന്നു, ഹേ ത്രിശിരഃ, അല്ലയോ ത്രിശിരസ്സേ, 3 ശിരസ്സുള്ളവനെ, തേ പ്രസന്നഃ അസ്മി, നിന്നോട് ഞാൻ പ്രസന്നനായിരിക്കുന്നു, നിന്നിൽ ഞാൻ പ്രസന്നനായിരിക്കുന്നു. മജ്വരാത് തേ ഭയം വേദു, എന്റെ ജ്വരത്തിൽ നിന്ന്, എന്റെ വൈഷ്ണവ ശക്തിയിൽ നിന്ന്, വൈഷ്ണവ ജ്വരത്തിൽ നിന്ന്, തേ ഭയം വേദു, നിന്റെ ഭയം അകന്നു പോകട്ടെ എന്നർത്ഥം. വി പ്ലസ് ഇണ് ധാതുവിന്റെ രൂപാന്തരമാണ്, ഇണ് ഗതൗ. അപ്പോ വിഗതമായി പോകട്ടെ വേദു. യഹ നൗ സംവാദം സ്മരതി തസ്യ ത്വദ്ഭയം ന ഭവേത്. യഹ, ഏതൊരുവനാണോ
നൗ സംവാദം, നൗ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരുടെയും സംവാദം, ഞാനും നീയും തമ്മിലുണ്ടായ ഈ സംവാദത്തെ ആരാണോ സ്മരിക്കുന്നത്, തസ്യ ത്വദ്ഭയം ന ഭവേത്, അവന് അങ്ങയിൽ നിന്ന് ഭയമുണ്ടാവില്ല, നിന്നിൽ നിന്ന് ഭയമുണ്ടാവുകയില്ല. അപ്പോ ഇനി ഈ സംവാദം സ്മരിക്കുന്ന, ഈ സന്ദർഭത്തെ സ്മരിക്കുന്നതായിട്ടുള്ള, ഈ സംവാദത്തിന്റെ സാരം ഉൾക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആളുകളെ താപത്രയങ്ങൾ ബാധിക്കില്ല, ശൈവജ്വരം ഒരിക്കലും ബാധിക്കില്ല. നീ ബാധിക്കരുത് എന്നും കൂടെ ഒരു ആജ്ഞ പോലെയാണ് ഭഗവാൻ ഇത് പറയുന്നത്. നിന്റെ ബാധ അവർക്കുണ്ടാവരുത്, അല്ലേ? ഈ കഥ ആരാണോ ചർച്ച ചെയ്യുന്നത്, ചിന്തിക്കുന്നത്, അവരുടെ അടുത്തേക്ക് പോകരുത് കേട്ടോ എന്ന് ഭഗവാൻ ഒരു വാണിങ്ങും കൊടുത്തു എന്നർത്ഥം. ഇത്യുക്തോ അച്യുതമാനമ്യ ഗതോ മാഹേശ്വരോജ്വരഃ ബാണസ്തുരഥമാരൂഢഃ പ്രാഗാദ്യോത്സ്യൻ ജനാർദ്ദനം. ഇത്യുക്തോച്യുതമാനമ്യ ഗതോ മാഹേശ്വരോജ്വരഃ ബാണസ്തുരഥമാരൂഢഃ പ്രാഗാദ്യോത്സ്യൻ ജനാർദ്ദനം. ഇതിയുക്തഃ മാഹേശ്വരഃ ജ്വരഃ, ഇപ്രകാരം പറയപ്പെട്ടവനായ മാഹേശ്വര ജ്വരം, ആ ജ്വരം അച്യുതം ആനമ്യ, അച്യുതനെ നല്ലപോലെ നമസ്കരിച്ചിട്ട്, വീണ് നമസ്കരിച്ചിട്ട്, ഗതഃ പോയി. അപ്പൊ മാഹേശ്വര ജ്വരം പിന്നെ അവിടെ നിന്നില്ല. ബാണഃ തൂ രഥമാരൂഢഃ, അകത്തേക്ക് പോയ ബാണന് അപ്പോഴേക്കും സമയം കിട്ടി, അദ്ദേഹം രഥത്തിൽ കയറി വരികയാണ്. രഥമാരൂഢഃ ജനാർദ്ദനം യോത്സ്യന് പ്രാഗാത്, ജനാർദ്ദനനോട് യുദ്ധം ചെയ്യാൻ ഇച്ഛിച്ചുകൊണ്ട്, യോത്സ്യൻ എന്ന് പറഞ്ഞാൽ യോദ്ധും ഇച്ഛൻ, യുദ്ധം ചെയ്യാൻ ഇച്ഛിക്കുന്നവനായിട്ട്, പ്രാഗാത് പ്രകർഷേണ അഗാത് ഗമിച്ചു എന്നർത്ഥം, അവിടേക്ക് വന്നു ചേർന്നു എന്ന് താല്പര്യം. അപ്പോ ബാണൻ മറ്റൊരു തേരിലേറി ആയുധങ്ങളുമൊക്കെ ആയിട്ട് പ്രിപ്പയർഡായിട്ട് വീണ്ടും ഭഗവാനോട് എതിരിടാനായിട്ട് വന്നു. ഇനിയും ബാണനും ഭഗവാനുമായിട്ടുള്ള യുദ്ധം തുടരുന്നു. നമുക്ക് നാളെ കാണാം, നാളെ രാവിലെ നോക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.